മോത്തി പെരിങ്ങളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വളരെ കളർഫുള്ളാണ്. കുരുന്നുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാം സർവ്വസജ്ജമായി കുട്ടികൾ സ്കൂളിലേക്ക് എത്തിത്തുടങ്ങുകയും ചെയ്തു. പരിപാടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. മന്ത്രി എ മുഹമ്മദ് റിയാസാണ് ഈ ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. നമുക്ക് ഈ സ്കൂൾ മുറ്റത്ത് സ്കൂൾ അങ്കണത്തേക്ക് പോകുമ്പോൾ തല ഉയർത്തിയൊരു കൊമ്പനാണ് നിൽക്കുന്നുണ്ട്. ഫൈബർ ആനയാണ്. കുട്ടികൾക്ക് വളരെ കൗതുകമാണ് ഈ ആനയൊക്കെ സ്കൂൾ മുറ്റത്ത് കണ്ടതുകൊണ്ട് തന്നെ. ഒപ്പം തന്നെ തൊട്ടടുത്തായി നമ്മുടെ മലബാറിൻ്റെ തനത് കലാരൂപം അനുഷ്ഠാന കലയായ തെയ്യത്തിന്റെ രൂപത്തിൽ ഒരാൾ കൂടിയുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള പരിചിതമായ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അങ്ങനെ വളരെ സജീവമായി തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 40-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ വിദ്യയുടെ കാൽവെച്ച് കടക്കുന്നത്. ഈ സ്കൂളിൽ മാത്രം 60,000-ലധികം വിദ്യാർത്ഥികൾ കോഴിക്കോട് ജില്ലയിലാകെ ഇന്ന് അക്ഷര ലോകത്തേക്ക് കടന്നു വരികയാണ്. ഏതായാലും എല്ലാ സ്കൂളുകളിലും ഇതേ വിധത്തിൽ തന്നെ വളരെ വർണ്ണാഭമായ ഒരുക്കങ്ങൾ എല്ലാം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രവേശനോത്സവം അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കുകയാണ്. ഹായ്, എത്രാം ക്ലാസ്സിലാണ്? ഫോർത്തിലേക്ക്. അനിയന്മാരെയും അനിയത്തിമാരെയൊക്കെ കണ്ടോ? 1ാം ക്ലാസ്സുകാരെയൊക്കെ എന്ത് പറഞ്ഞേ? അവരൊക്കെ സ്വാഗതം ചെയ്ത സ്കൂളിലേക്ക്. ഈ ആനയും ഒക്കെ വന്നിട്ട് സ്കൂളിൽ എങ്ങനെ അടിപൊളിയായില്ലേ? 2 മാസം വീട്ടിലിരുന്നിട്ട് വരാൻ മടിയുണ്ടായിരുന്നോ? ഒരു മടിയില്ല. നല്ല ഉഷാറായി രാവിലെ എഴുന്നേറ്റ് റെഡിയായി വന്നു. അടിപൊളി. അതിൽ കുട്ടി 4ാം ക്ലാസ്സിലേക്ക് പോകുന്നതാണ്. 1ാം ക്ലാസ്സുകാരെ ഒപ്പവും ഈ പരിപാടി നടക്കുന്ന വേദിയിൽ ഏറ്റവും മുൻപിലായി പ്രത്യേകമായി തയ്യാറാക്കിയ ക്യാപ്പൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇരുത്തിയിട്ടുള്ളത്. ഹായ്, ഇന്ന് അവരാണല്ലോ വിശിഷ്ട അതിഥികൾ. സ്കൂളിലേക്ക് ആദ്യം വരുന്നവർ. എങ്ങനെയുണ്ട് സ്കൂള്? സ്കൂൾ എങ്ങനെയുണ്ട്? തൊപ്പി വീണ് പോയി. സ്കൂൾ ഇഷ്ടപ്പെട്ടോ? അടിപൊളി അല്ലേ? കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടോ? ഫ്രണ്ട് തന്നെയാ? നിങ്ങളുടെ പേരെന്താ? ആരാധ്യ. അവിടെ ചെന്നതിന് ശേഷമാണ് ഒരാളെങ്കിലും പരിചയമുണ്ടോ എന്നൊക്കെ തപ്പിയത്. അതും കരച്ചിലിനിടയ്ക്കൊക്കെ ചിലപ്പോൾ പലർക്കും അങ്ങനെ അന്വേഷിച്ച് പിടിക്കാൻ സമയം പോലും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇവരൊക്കെ നേരത്തെ തന്നെ സുഹൃത്തുക്കളോടൊപ്പമാണ് സ്കൂളിലേക്ക് വന്നതെന്ന് തോന്നുന്നു. എല്ലാത്തിനെയും സധൈര്യം നേരിടുന്ന പുതിയ തലമുറയെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷവും തോന്നുന്നു രാഹുലെ.